ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ആപ്പിൾ സ്റ്റോർ. ഇത് മുഴുവൻ ആപ്പിൾ വാച്ചുകൾ ഇങ്ങനെ പല രീതിയിൽ തൂക്കിയിട്ടിരിക്കുന്നതാണ് ഇവിടെ. 128 GB-ന് $1331. 6% നമുക്ക് ടാക്സ് റീഫണ്ട് കിട്ടും. നമ്മുടെ വീഡിയോ നമ്മളിവിടെ നിന്ന് ഇങ്ങനെ കാണുകയാണ്. അതും 6.5 ലക്ഷം രൂപയുടെ മെഷീനിലിരുന്നിട്ട്. ഈ വോള് നിറച്ചും കേസുകളാണ്. ഇവരിവിടെ ഒരു സെഗ്മെൻറ്റിൽ എയർപോർട്സും എയർപോർട്ട് മാക്സും ഒക്കെ വെച്ച് അപ്പോൾ ഹലോ വ്യൂവേഴ്സ്, നമ്മൾ സിംഗപ്പൂരിൽ ഒരു ഫ്ലോട്ട് ചെയ്യുന്ന ഒരു ആപ്പിളിൻ്റെ ഷോറൂമുണ്ട്. ഫ്ലോട്ടിംഗ് ആപ്പിൾ ഡോം സ്റ്റോർ എന്നുള്ള പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോർ. അവിടേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. ഫ്ലോട്ടിംഗ് സ്റ്റോറിനകത്ത് എങ്ങനെയുണ്ട് കാഴ്ചകൾ, ഫ്ലോട്ടിംഗ് സ്റ്റോർ കാണാൻ എങ്ങനെയുണ്ട്, നമുക്ക് അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് നോക്കാം. ലെറ്റ്സ് ഗോ. നിങ്ങളിതാ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ആപ്പിളിൻ്റെ ഫ്ലോട്ടിംഗ് സ്റ്റോർ. ശരിക്കും ഒരു ഡോം ഷേപ്പിൽ അവർ വെള്ളത്തിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്ന പോലെ ഒരു ആപ്പിളിൻ്റെ സ്റ്റോർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? നമ്മളിപ്പോൾ ഉള്ളത് മറീന ബേ സാൻഡ്സിൽ. അവിടെ ആപ്പിളിൻ്റെ സ്റ്റോർ ഇവിടെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്നത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. നമുക്ക് അതിലേക്ക് കയറാനുള്ള പാലം അങ്ങോട്ടാണ്. നമുക്ക് ആ പാലത്തിലൂടെ ആപ്പിൾ സ്റ്റോറിലേക്ക് കയറാം. നമ്മളിതാ ആപ്പിൾ സ്റ്റോറിലേക്ക് കയറി പോകുന്ന ബ്രിഡ്ജിൻ്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് അഗെയിൻ സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. നമ്മൾ സ്റ്റോറിലേക്ക് ഇങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുന്നു. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ആപ്പിൾ സ്റ്റോർ. കുറേ ആൾക്കാർ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതും അതൊക്കെ കാണാം നമുക്ക്. ഈ ബ്രിഡ്ജ് ഒരു നല്ല രസമായിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഡോമിനെ ചേരുന്ന ടൈപ്പ് ഒരു കേർവ് ഷേപ്പിൽ ബ്രിഡ്ജ് ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത് വെച്ച് നമ്മളിതാ ഷോറൂമിനകത്തേക്ക് കയറാൻ പോവാണ്. ഫ്ലോട്ടിംഗ് സ്റ്റോറിൽ കാല് വയ്ക്കുന്ന സ്വാതിനെ കാണാം. ഇതാ വലത്തെ കാല് വെച്ച് കയറേണ്ട സ്വാതി ഇടത്തെ കാല് വെച്ച് കയറി, ഞാൻ വലത്തെ കാല് വെച്ച് കയറി. ഇതാണ് ഫ്ലോട്ടിംഗ് ആപ്പിൾ സ്റ്റോർ. മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ശരിക്കും ഒരു ഡോം കെട്ടിവെച്ചിരിക്കുന്ന പോലത്തെ ഒരു ഇത് മൾട്ടി ലെവലാണെന്ന് തോന്നുന്നു. താഴത്തേക്കും എസ്കലേറ്ററൊക്കെ കാണുന്നുണ്ട്. അത് നേരെ ചെന്ന് കയറുന്നത് മിക്കവാറും MBS മോളിലായിരിക്കും. നമുക്ക് ഓരോ സെക്ഷനിലായിട്ട് ഇങ്ങനെ പോയിട്ട് എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. നമുക്കിതാ ആപ്പിൾ വാച്ച് വെച്ച് തുടങ്ങാം. ആപ്പിൾ വാച്ച് അൾട്ര ഇവിടെ കാണുന്നുണ്ട്. ഇത് മുഴുവൻ ആപ്പിൾ വാച്ചുകൾ ഇങ്ങനെ പല രീതിയിൽ തൂക്കിയിട്ടിരിക്കുന്നതാണ് ഇവിടെ. പല സ്ട്രാപ്പും പല ഡിസൈൻസും പല വേർഷൻസും ഒക്കെ നമുക്കിവിടെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ നല്ല രസമുള്ള സ്ട്രാപ്പല്ലേ. നമുക്കിതാ ഇവിടെ ഐഫോൺ SEയും ഐഫോൺ 13ഉം 14ഉം 14+ അങ്ങനെ പഴയ മൊബൈലുകളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഇതാ ഐഫോണിൻ്റെ 15, 15+, 15 Pro ഇവിടെ കാണാനുണ്ട്. 15 Pro Max ഇങ്ങനെ എല്ലാ ഫോണുകളും ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പൈസ അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. 128 GB-ന് $1331, 256 GB-ക്ക് $1472, 512 GB-ക്ക് $1795. ഐഫോൺ 15-ൻ്റെ വിലയാണ് പറയുന്നത്. ഇപ്പോഴത്തെ ഏകദേശം കൺവേർഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ 62 rupees-ആണ്. ഐഫോൺ 15+-ൻ്റെ വില $1462, 256 GB-യുടെ വില ഏകദേശം 1623, 512 GB-യുടെ 1946. അതായത് 128 GB-ക്ക് വില വരുന്നത് ഏകദേശം 90,000 Indian rupees വരും. പിന്നെ ഇത് ഇൻക്ലൂഡിങ് ടാക്സ് ആണെങ്കിൽ നമുക്ക് എയർപോർട്ടിൽ നിന്ന് നേരെ ടാക്സ് ക്ലെയിം ചെയ്യാനും പറ്റും. ഇതിൻ്റെയൊക്കെ പല കളേഴ്സും പല ഷെയ്ഡുകളും എല്ലാം ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ബ്ലൂ കളറുണ്ട്, ഇത് നമുക്ക് ബ്ലാക്ക് കളറ്, അങ്ങനെ എല്ലാ കളേഴ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് പറ്റുന്ന പല ടൈപ്പ് ഓഫ് കേസുകൾ ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. നിങ്ങളിവിടെ വന്നു കഴിഞ്ഞുള്ളൊരു ഗുണം എന്ന് പറഞ്ഞൊരു വൺ സ്റ്റോപ്പ് സൊല്യൂഷനാണ്. നമ്മളിവിടെ കാണാൻ കിട്ടും. നമ്മളിതാ ഇവിടുന്ന് വേറൊരു ഇൻഫർമേഷൻ അറിഞ്ഞു. അതായത് നിങ്ങൾ ഇവിടുന്ന് മൊബൈലോ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ടൂറിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവർ പാസ്പോർട്ട് സ്കാൻ ചെയ്തിട്ട് ഒരു റെസിപ്റ്റ് തരും. ആ റെസിപ്റ്റ് കൊണ്ടുപോയി നമ്മൾ എയർപോർട്ടിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ 6% നമുക്ക് ടാക്സ് റീഫണ്ട് കിട്ടും. നല്ലൊരു ഇൻഫർമേഷൻ, നല്ലൊരു എമൗണ്ടുമാണ് കിട്ടുക നമുക്ക്. ഇവിടെ നമുക്ക് പല മാക്ബുക്കുകൾ കാണാം. മാക്ബുക്ക് എയറിൽ കളിക്കുന്ന സ്വാധീനെ കാണാം. അതിൻ്റെ M2 ചിപ്പിനുള്ളത് $1916 സിംഗപ്പൂർ ഡോളേഴ്സ്, 2216, 2816 ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ വില. ഇവിടെ ആപ്പിളിൻ്റെ ഒരു ഇവൻ്റ് പോലെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്.
നമുക്കിവിടെ പല കളേഴ്സിലുള്ള മാക് സ്റ്റുഡിയോ കാണാൻ പറ്റുന്നുണ്ട്. iMac $1916 2219. നിങ്ങളൊന്ന് ആലോചിക്കണം, ഇതിൻ്റെയൊക്കെ 6% ക്യാഷ് റീഫണ്ട് കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് തന്നെ നമുക്ക് ക്യാഷ് റീഫണ്ട് കിട്ടുന്നതാണ്. അതിൻ്റെ വേറൊരു കളർ കാണാം, കുട്ടികളൊക്കെ ഇവിടെ നിന്ന് ഗെയിമൊക്കെ കളിക്കുന്നതാണ്. ഇതിൻ്റെ വേറൊരു കളറ്. ഇവിടുത്തെ പ്രോപ്പർ ഒരു ആപ്പിൾ മാക് പ്രോ വർക്ക് സ്റ്റേഷൻ കാണാം. ഏകദേശം $10,091 സിംഗപ്പൂർ ഡോളേഴ്സാണ്. അതായത് ഏകദേശം 6.5 ലക്ഷം രൂപയുടെ അടുത്ത് വരുന്ന ഒരു മാക് മെഷീനാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫ്ലോട്ടിംഗ് ആപ്പിൾ സ്റ്റോറിൽ വന്ന് നമ്മുടെ വീഡിയോ നമ്മളിവിടെ നിന്ന് ഇങ്ങനെ കാണുകയാണ്. അതും 6.5 ലക്ഷം രൂപയുടെ മെഷീനിൽ ഇരുന്നിട്ട്. നിങ്ങൾ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇവിടെ സെക്കൻഡ് പവർഫുൾ മെഷീൻ കാണാം. തേർഡ് പവർഫുൾ മിനി സ്റ്റുഡിയോ, മാക് സ്റ്റുഡിയോ പ്ലസ്. ഇത് മാക് പ്രോ 2023 64 GB മോഡലാണ്. ഇവിടെ നമുക്ക് മാക്ബുക്ക് പ്രോൻ്റെ പല വേർഷൻസ് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പുറത്ത് മാക്ബുക്ക് എയറിൻ്റെ പല വേർഷൻസും അവർ കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഈ ഷോറൂമിൻ്റെ ഏറ്റവും അറ്റത്തേക്ക് പോകുമ്പോൾ ഒരു ഗ്ലാസ് ഡോം. കാരണം ശരിക്കും നമ്മളിതാ ഇപ്പോൾ വെള്ളത്തിലേക്ക് വീണ് പോകുമെന്ന് തോന്നുന്ന പോലത്തെ ഒരു സ്ഥലം. നമ്മളിതാ താഴത്തേക്കൊന്ന് പോയി നോക്കുകയാണ്. ഇവരുടെ താഴത്ത് എന്തൊക്കെയാണ് അവൈലബിൾ ഉള്ളതെന്ന് നോക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും കൂടെ ആപ്പിളിൻ്റെ മുകളിൽ ഡോമും കണ്ടുകൊണ്ട് ഇങ്ങനെ താഴത്തേക്ക് പോകുന്നു. വലിയൊരു താഴ്ചയുള്ള എസ്കലേറ്ററിലെ വലിയൊരു എസ്കലേറ്റർ. എസ്കലേറ്ററിൽ പോകുന്നത് നമ്മളെങ്ങനെ കാണാൻ പറ്റുന്നു. നമ്മൾ താഴെ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് കേസിൻ്റെയും വാച്ചിൻ്റെ സ്ട്രാപ്പിൻ്റെയും ഒക്കെ കളക്ഷൻസാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നമുക്ക് ചാർജേഴ്സും അഡാപ്റ്ററുകളും ബെൽക്കിൻ്റെ വയർലെസ് ചാർജറുകളും പെൻ ഡ്രൈവും അതൊക്കെ കാണാം ഇവിടെ. അതെല്ലാം അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല രസമാണ്. 140 വാട്ട്സ്, 96 വാട്ട്സ്, 70 വാട്ട്സ്, 35 വാട്ട്സ്, 30 വാട്ട്സ്, 20 വാട്ട്സ്, 12 വാട്ട്സ്, അങ്ങനെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ പോളിഷിംഗ് ക്ലോത്തും ഉണ്ട് ആപ്പിളിൻ്റെ. ഇവിടെ വാച്ചുകളുടെ സ്ട്രാപ്പുകളുടെ ഒരു കളക്ഷൻ തന്നെ അവർ നല്ല ഭംഗിയാക്കി ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആപ്പിൾ വാച്ച് 2 സൈഡിലായിട്ട് തൂക്കിയിട്ടുണ്ട്. അതിൻ്റെ പല പല വാച്ച് കളക്ഷൻസും സ്ട്രാപ്പ് കളക്ഷൻസും ഒക്കെ ഇവിടെ ഇങ്ങനെ കാണാം. കുറേ സ്ട്രാപ്പിൻ്റെ കളക്ഷൻസ് മുകളിലും താഴെയൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ സാധനങ്ങളാണ് ഇവർ വെച്ചിരിക്കുന്നത്. ഇവിടെ ആപ്പിൾ ആർക്കേഡ് എന്ന് പറഞ്ഞിട്ട് ആപ്പിളിൻ്റെ ശരിക്കും അതിൻ്റെ സിസ്റ്റത്തിൻ്റെ പവറൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത്. അവരൊരു ആർക്കേഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗെയിമിംഗ് സെഗ്മെൻറ്റ് തന്നെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഐപാഡ്സിൻ്റെ കേസ്, അതിൻ്റെ കീബോർഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ട്. പല കളേഴ്സിലുള്ള കേസുകളൊക്കെ ഇവിടെ കാണാം. ഇവിടെ മൗസിൻ്റെ ട്രാക്ക് പാഡ്, ഇവിടെ എയർപോഡ്സ്, കേബിള്, ഇത് ബെൽക്കിൻ്റെ ഒരു ചാർജർ, ബെൽക്കിൻ്റെ വേറൊരു ചാർജർ, ട്രിപ്പിൾ ചാർജറാണ്. അത് വാച്ച്, എയർപോഡ്സ്, മൊബൈൽ എല്ലാം കൂടെ ചാർജ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ നമ്മുടെ എയർ ടാഗ്സും അതിൻ്റെ കുറേ കാര്യങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത്. iPhone പ്ലസ് എയർ ടാഗ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടുന്ന് എയർ ടാഗ്സ്, താഴെ കുറേ കേസ് കൊടുത്തിട്ടുണ്ട് ഐഫോണിൻ്റെ. ഇവിടെ ആപ്പിൾ TV കാണാം. പിന്നെ കേസുകളുടെ ഒരു മാസ്മരിക ലോകം തന്നെ ഇവിടെ ഇവരിങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരുപാട് കേസുകൾ, അതും പല ടൈപ്പ് ഓഫ് കേസുകൾ ഇങ്ങനെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ട്രാൻസ്പാരൻറ്റ് കളറിൽ പല ടൈപ്പ് ഓഫ് കേസുകൾ. ഇതൊക്കെ നമുക്കിങ്ങനെ എടുത്ത് നോക്കാം. അതെല്ലാം നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഈ വോള് നിറച്ചും കേസുകളാണ്. ഇവിടെ മാക്സേഫ് ആക്സസറീസ് ഇങ്ങനെ കുറേ കൊടുത്തിട്ടുണ്ട്. ഇവരിവിടെ ഒരു സെഗ്മെൻറ്റിൽ എയർപോഡ്സും എയർപോഡ് മാക്സും ഒക്കെ വെച്ച് അതിൻ്റെ തൊട്ടടുത്തായിട്ട് അവർ ആപ്പിൾ മ്യൂസിക്കും അതിൻ്റെ മ്യൂസിക് റിലേറ്റഡ് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഹോം പോഡും വെച്ചിട്ടുണ്ട്. പല റേഞ്ചിലുള്ള ഹോം പോഡ് സ്പീക്കേഴ്സ് നമുക്കിവിടെ കാണാം. സ്വാതി ഇവിടുത്തെ എയർപോഡ് മാക്സ് ഒന്ന് ട്രൈ ആക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആപ്പിളിൻ്റെ സ്റ്റോറും അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ സിംഗപ്പൂർ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു ആപ്പിൾ ലവർ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആപ്പിൾ ലവർ അല്ലെങ്കിൽ കൂടെ ഈ സ്റ്റോറിൽ നിന്ന് വിസിറ്റ് ചെയ്യാൻ നോക്കുക. കാരണം ഒരുപാട് ഭയങ്കര രസമായിട്ടുള്ള കളക്ഷൻ, അത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് തന്നെ ഒരു ഭംഗിയായിട്ട് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. കറക്റ്റ്, ഒരു കൗതുകത്തിന് വരാനുള്ള സ്ഥലം കൂടെ ആയിട്ട് നമുക്ക് കരുതാൻ പറ്റും. നമ്മളൊന്നും വാങ്ങിക്കൊന്നുമില്ല, പക്ഷേ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അടിപൊളി, വാങ്ങിച്ചില്ലെങ്കിൽ കൂടെ ആ ഒരു എക്സ്പീരിയൻസ് അടിപൊളിയാണ്.
അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോറിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.